2018 പ്രളയത്തിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പിൻവശത്തെ മൺതിട്ട ഇടിഞ്ഞുപോയത്. ഇതോടെ നിർമ്മിതി പൂർണ്ണമായും അപകടാവസ്ഥയിലാവുകയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് അഴുത ബ്ലോക്ക് പഞ്ചായത്താണ് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും സഹായികൾക്കും യാത്രക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിൽ സൗകര്യങ്ങളോടെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. എന്നാൽ പ്രളയത്തിൽ പിൻവശത്തെ സംരക്ഷണ ഭിത്തിയും മണ്ണും ഇടിഞ്ഞുപോയതോടെ കെട്ടിടത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായി. വിഷയം ചൂണ്ടിക്കാട്ടി ജനങ്ങളും സാമൂഹ്യ പ്രവർത്തകരും നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകുകയും മാധ്യമങ്ങളിൽ വാർത്ത വരികയും ചെയ്തിരുന്നു. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും യാതൊരുവിധ പുനരുദ്ധാരണ നടപടികളും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. 2018 പ്രളയത്തിൽ ഈ വെയിറ്റേഷൻ്റെ അടിവശം മൊത്തം ഇടിഞ്ഞു പോയതാണ്. ഇപ്പോൾ അതിൽ നിന്ന് ഭക്ഷണം ആൾക്കാർ കഴിച്ചിട്ട് അതിൽ വേസ്റ്റ് ഇടുന്നതുകൊണ്ട് പള്ളിയിൽ മൊത്തം കുത്തി അത് ലെവലാക്കി വെച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും അത് താഴെ പോകാം. അത് താഴെ പോയാലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡുകൂടെ നശിച്ചു പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിൻ്റെ അടിവശം മൊത്തം പോയിരിക്കുകയാണ്. ഇനി അതിനകത്ത് പോകാനൊന്നുമില്ല. എല്ലാം ഇടിഞ്ഞ് മണ്ണ് എലിമാന്തിയും വെച്ചിരിക്കുക. ഇപ്പോൾ കാട് പിടിച്ചിരിക്കുന്നതുകൊണ്ട് കാണത്തില്ല. സാർ നോക്കിയാട്ടോ അങ്ങോട്ട്. നിലവിൽ ഈ അപകടാവസ്ഥ അറിയാതെ ദിനവും നിരവധി ആളുകളാണ് ഇതിനുള്ളിൽ കയറി വിശ്രമിക്കുന്നത്. പ്രദേശത്ത് വീണ്ടും ഒരു മണ്ണിടിച്ചിലോ ശക്തമായ മഴയോ ഉണ്ടായാൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും നിലംപൊത്താൻ സാധ്യതയേറെയാണ്. വലിയൊരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് അടിയന്തരമായി സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, പീരുമേട്.